ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം ട്യൂബിന്റെ നാളെ വരാനിരിക്കുന്ന ഇനി വരുന്ന ദിവസങ്ങളിലെ ആയിക്കോട്ടെ, നാളെയോ മറ്റന്നൊക്കെ ആയിട്ട് വരുന്ന എപ്പിസോഡുകളുടെ ഒരു വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോലും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു തരാം. അങ്ങനെ നമ്മുടെ ബാലൻ, അതായത് തൻ്റെ മക്കളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഒന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അത് സാധിച്ചു കൊടുക്കാനോ ഒരു അച്ഛൻ എന്ന രീതിയിൽ ബാലൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല അല്ലെ. അപ്പം അതിനുള്ള ഒരു അവസരം നമ്മുടെ ബാലച്ചന് കിട്ടാനായിട്ട് പോവാണ്. അതായത് നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീട്ടില് പോലും ഒരാൾക്കും അറിയില്ല ഞാൻ നന്നായിട്ട് പാടുമെന്നോ അങ്ങനെയൊന്നും ആർക്കും അറിയില്ല. ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എനിക്കൊരു ഗായകനാകാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അറിയപ്പെടുന്ന പല സംഗീത സംവിധായകന്മാരെയൊക്കെ പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഇന്ന് വരെ കിട്ടിയിട്ടില്ല മിത്ര. അപ്പൊ മിത്ര ഇങ്ങനെ അന്താളിച്ച് ചോദിക്കുന്നുണ്ട്, ആര്യം പാടുവോ? ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ആര്യ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മിത്ര പറയാണ് കേട്ടോ. അപ്പം ആര്യം ശരിക്കും പാടും. എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉള്ള ഒരു സങ്കടപ്പെട്ട് ഇങ്ങനെ പറയാനേട്ടാ. അങ്ങനെ അത് ശേഷം അവര് പിന്നെ ദേവിയുടെ കാര്യം ആര്യനും ഇത്രയും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ആനന്ദേട്ടന്റെ മനസ്സിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ കൂടെ ഒരു ദേഷ്യം ആനന്ദേട്ടന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മുറിവ് ആനന്ദേട്ടന്റെ മനസ്സിൽ നിന്നും മാറില്ല. കാരണം ആനന്ദേട്ടൻ വളരെ സിമ്പിൾ ആണ്, വളരെ പാവമാണ്. പക്ഷെ ഒരാളോടും വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ആനന്ദേട്ടൻ ആ ഏരിയയിലോട്ട് അടുക്കില്ല. അതാണ് ആനന്ദേട്ടന്റെ സ്വഭാവം എന്നിങ്ങനെ പറയണം. അപ്പം മിത്രയ്ക്ക് മനസ്സിലൊരു പേടി. ഇക്കണക്കിനാണെങ്കിൽ ദേവിയേട്ടത്തി ഇനിയിപ്പോ തിരിച്ചിങ്ങോട്ട് വരില്ലേ ആര്യാന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല മിത്രേ, കാര്യം എന്ന് വെച്ചാൽ ആനന്ദേട്ടന്റെ കാര്യം ആയതുകൊണ്ടാണ് എന്നിങ്ങനെ പറയൂട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മുടെ മീനാക്ഷിയോട് നമ്മുടെ മിത്ര ചെന്നിട്ട് പറയുന്നുണ്ട്, ആര്യനായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ മിത്ര മീനാക്ഷിയും മിത്രയും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അതായത് ഇപ്പൊ എല്ലാവർക്കും ദേവിയോടൊരു ദേഷ്യവും ഒക്കെ ആണെന്നറിയാം. പക്ഷെ നമുക്ക് പതിയെ പതിയെ ആ ദേഷ്യമൊക്കെ ഒന്ന് എല്ലാരിൽ നിന്നും മാറി നമ്മുടെ ദേവിയേട്ടത്തെ തിരിച്ച് ദേവമംഗലത്ത് കൊണ്ടുവരാനുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്തണമെന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ 3 മരുമക്കളും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലേ. പക്ഷെ ദേവിയേട്ടത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പാളിച്ച വന്നുപോയി, പറ്റിപ്പോയി. കാരണം അച്ഛന്റെയും അമ്മയുടെയൊക്കെ ആ ഒരു ഇതുകൊണ്ട് ദേവേട്ടത്തിന്റെ ജീവിതത്തിൽ ദേവേട്ടത്തിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു പോയതാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ദേവിയേട്ടത്തിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ദേവിയേട്ടത്തെ നമുക്ക് തിരിച്ച് ഈ ദേവമംഗലത്തോട്ട് കയറ്റണമെന്ന് രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിത്ര വേറൊരാഗ്രഹം കൂടെ നമ്മുടെ മീനാക്ഷിയോട് പറയാണ്. അതെ മീനുവേട്ടത്തെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ? അതെ, കഴിഞ്ഞ ദിവസം ആര്യൻ എന്നോടൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു. എന്താണ്? വല്ല കുഞ്ഞുവാവെ വേണോന്നുള്ള വല്ല ആഗ്രഹമാണോ? ഏയ്, അതൊന്നും അല്ലാന്നേ. പിന്നെന്താണ്? അതെ, ഈ ആര്യൻ നന്നായിട്ട് പാടും. ആര്യനോ? പാടുമെന്നോ? അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ചോദിച്ചു, ഞാൻ ഇന്ന് വരെ അവ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അതെ, നന്നായിട്ട് പാടും. അത് എന്നോട് പറഞ്ഞതാ. പല സംഗീത സംവിധായകരെയൊക്കെ പോയി കണ്ടുവെങ്കിലും ആര്യന്റെ ആഗ്രഹം ഒന്നും സാധിച്ചെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മീനാക്ഷി ഏട്ടത്തിക്ക് അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ? അപ്പൊ മീനാക്ഷി പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് ഈ ഫീൽഡുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലാത്തതാ. അതെ, അതിന് ആര്യൻ ഇങ്ങനെ പാടും എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയണേ? നീ ഒരു കാര്യം ചെയ്യാവോ? അതിനുള്ള വഴിയും വകുപ്പൊക്കെ ഞാൻ ഒപ്പിച്ചോളാം. നമ്മുടെ അച്ഛനെ കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു പരിപാടി ഒപ്പിക്കാന്ന് മീനാക്ഷി മിത്രയോട് പറയണ. ആര്? അങ്കിളോ? അങ്കിള് സമ്മതിക്കോ? അതൊക്കെ എനിക്ക് വിട്ടേരെ. നീ ആദ്യം ആര്യനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യാന്ന് പറയണ. അങ്ങനെ നമ്മുടെ മീനാക്ഷി നമ്മുടെ ബാലച്ചൻ മാത്രം ഉള്ളപ്പോഴത്തേക്ക് ചെന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ എന്താ മോളെന്ന് ചോദിക്കുമ്പോ മീനാക്ഷി പറയും, ബാലച്ച, നമ്മുടെ ആര്യൻ നന്നായിട്ട് പാടുമല്ലോ, അപ്പൊ അവന് വേണ്ടിയിട്ട് ബാലച്ചൻ ഒരു ഹെൽപ്പ് ചെയ്യണം. അതെന്താ? പറഞ്ഞു മോളെ. അതെ, അവന് പാടാനുള്ള ഒരു അവസരം ബാലച്ചൻ ഒരുക്കി കൊടുക്കണം. അതിന് ബാലച്ചന് ആരെങ്കിലും പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും.
അവന്റെ ഒരു ആഗ്രഹമാണ്. അച്ഛൻ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ബാലച്ചൻ പറഞ്ഞല്ലോ, എന്റെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കും. ഞാൻ ഇതുവരെ അവരോടൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ അവരോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയാനോ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ ബാലൻ എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് മുതലെടുത്ത് നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛനൊരു അവസരം കിട്ടേണ്, ബാലച്ചൻ ഒരു കാര്യം ചെയ്യുക, എന്തായാലും നമ്മുടെ ആര്യന് പാടാനുള്ള ഒരു അവസരം എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാൻ പറയാം. മോളെ അതിപ്പോ എങ്ങനെയാ, ഒരു വഴിയുണ്ട് ഫലച്ചൻ പറയണ്. അതെന്താ വെച്ചാ, അതെ, നമുക്കിപ്പോ സോഷ്യൽ മീഡിയ ആണല്ലോ കൂടുതലും ട്രെൻഡ്. നമുക്കൊരു കാര്യം ചെയ്യാം, അവന്റെ ഒരു പാട്ടെടുത്ത് നമുക്കൊരു ഇതിലെ അങ്ങിട്ട് കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഇതുവരെ അവന്റെ ഒരു പാട്ട് കേട്ടിട്ടുകൂടിയില്ല. അവന്റെ ഒരു പാട്ട് ആദ്യം നമുക്ക് കേൾക്കാം, അവനോടൊരു പാട്ട് പാടാൻ പറയാം. അപ്പം നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അത് ഞാൻ മിത്രയുടെ അടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ബാലച്ച, മിത്ര ആര്യനെ കൊണ്ടൊരു പാട്ട് പാടിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മിത്ര ആര്യന്റെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയാം, ആര്യ ഒരു പാട്ട് പാടിത്താ, ഇത്രയും പാട്ടൊക്കെ പാടുമെന്നും വലിയ ഇതൊക്കെ വീമ്പിളക്കിയല്ലേ, ഒരു പാട്ട് പാട് കേക്കട്ടെ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ആര്യൻ ഒരു പാട്ടങ്ങ് പാടേണ് കേട്ടോ. എന്റെ പൊന്നോ, മിത്ര അന്താളിച്ചിരുന്നു. കാരണം ഇത്രയും സ്വീറ്റ് വോയിസ് ആര്യനുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പാടാനുള്ള ഒരു കഴിവ് ആര്യനുണ്ട് എന്നുള്ള കാര്യം, ആര്യന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗായകൻ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം മിത്ര ആ നിമിഷമാണ് അറിയണ. അടിപൊളിയായിട്ട് നമ്മുടെ ആര്യം പാടാൻ കേട്ടോ. അങ്ങനെ ആ പാടിയത് റെക്കോർഡ് ചെയ്ത് നേരെ നമ്മുടെ ബാലച്ചൻ എന്ത് ചെയ്യുന്നറിയാവോ, ഒരു ചാനലിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. തീർന്നില്ലേ, അതോടുകൂടി നമ്മുടെ ആര്യന്റെ ലെവൽ അങ്ങ് മാറേണ്. ആര്യം പാടിയ ആ സോങ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അങ്ങ് സ്വീകരിക്കുകയാണ്. ആ പാട്ടങ്ങ് കയറി വൈബായില്ലേ, അടിപൊളിയായിട്ട് ആ ആര്യം പാടുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ആര്യന്റെ ഒരുപാട് സോങ്ങുകൾ അതുവഴി ഇട്ടിട്ടിട്ട് അവസാനം ആര്യൻ നല്ല അറിയപ്പെടുന്ന ഒരു ഗായകനായിട്ട് മാറിയാണ് കേട്ടോ. മിത്രയുടെ ഒരു സമയത്ത് ആഗ്രഹം ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാനായിട്ടുള്ള പദ്ധതികളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിപ്പോ ആര്യന് പാടാനുള്ള ഒരു അവസരം നമ്മുടെ ബാലച്ചൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതുവഴി നമ്മുടെ ആര്യന്റെ ആ ഒരു നേച്ചർ അങ്ങ് മാറി വരെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആര്യൻ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സിംഗർ ആയിട്ട് തന്നെ മാറുകയാണ് കേട്ടോ. അപ്പൊ ബാലച്ചന് വലിയ സന്തോഷമാണ്. തന്റെ മകന്റെ ഒരാളുടെയെങ്കിലും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തനിക്ക് സാധിച്ചുവല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ബാലച്ചന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനെല്ലാം മുൻകൈ എടുത്ത് നമ്മുടെ മീനാക്ഷിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലന് വലിയ സന്തോഷമാവുകയാണ്. അതുപോലെ തന്നെ ആര്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഗായകനാവുക, അല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറുക എന്നൊക്കെ ഉള്ളതായിരുന്നു. മിത്രയ്ക്ക് അതിനേക്കാൾ ഏറെ സന്തോഷമാവുകയാണ്. അപ്പോ ഈ സമയത്ത് നമ്മുടെ ആകാശന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കട തുടങ്ങാനുള്ളത്. അങ്ങനെ നമ്മുടെ ബാലച്ചൻ തന്റെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ആര്യന്റെ ആഗ്രഹം ഈ പാട്ടായിരുന്നു. അപ്പൊ അത് സാധിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ആകാശിന് ഒരു കട, അപ്പൊ നമ്മുടെ ആകാശിന് വേണ്ടിയിട്ട് ആകാശ് പോലും അറിയാണ്ട് ഒരു കട തുടങ്ങാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാലച്ചൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതുവഴി അവസാനം ആ കട നമ്മുടെ ആകാശിന് എഴുതി കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇനി വരും ഇതിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. ഇതിന്റെ ഇടയിൽ നമ്മുടെ ദേവിയെ കാണാനായിട്ട് നമ്മുടെ മീനാക്ഷി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് നമ്മുടെ ദേവി മീനാക്ഷിയായിട്ട് കണ്ട് നമ്മുടെ സ്ത്രീകളെ ഒന്ന് രണ്ട് കുത്തുവാക്കുകളൊക്കെ നമ്മുടെ മീനാക്ഷിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അന്ന് എന്റെ മോളെ വലിച്ച് വെളിയിൽ ഇറക്കിയപ്പോ ഒരക്ഷരം പോലും മിണ്ടാനോ പ്രതിമ പോലും നിന്നവളല്ലേ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ മീനാക്ഷിയോട് ചോദിച്ചു. അപ്പൊ മീനാക്ഷി പറഞ്ഞു, എന്റെ പൊന്നാന്റി, ആ അവസരത്തിൽ ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ചെറിയ കേസൊന്നും അല്ലല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും പറയാനുള്ള ഒരു ന്യായമെങ്കിലും നിങ്ങളേലുണ്ടോ? അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ ഇരുന്നേ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് തണുത്ത ഇതാവണ വരെ ദേവിയേട്ടത്തേക്ക് അങ്ങോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കുറച്ച് ക്ഷമ കാണിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷി ദേവിയെയും അതുപോലെ സ്ത്രീകളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു പോസ്റ്റ്മാൻ വരുന്നത്. രജിസ്റ്റേർഡ് ആയിട്ട് ദേവിക്ക്, ശ്രീദേവിക്കായിട്ട് ഒരു രജിസ്റ്റേർഡ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവി ചെന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ദേവിക്കാണ്. അങ്ങനെ ദേവി ചെന്ന് അത് സൈൻ ചെയ്ത് മേടിക്കണം. അത് മേടിച്ച് പൊട്ടിച്ച് വായിച്ചു കഴിയണതും ദേവി
പെട്ടെന്നങ്ങ് ഷോക്കായി പോവാണ് ട്ടോ. ദേവിയുടെ മനസ്സിൽ പോലും ദേവി പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. അതായത് ആനന്ദ് ദേവിയുടെ പേർക്ക് ഒരു ഡൈവേഴ്സ് നോട്ടീസ് അയച്ചേക്കാണ്. ദേവിക്ക് എന്ത് ചെയ്യണോന്നറിയില്ല. ആകെ ഇടിയേറ്റ് കണക്ക് നിൽക്കുന്ന ഒരവസ്ഥ. ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ദേവി അങ്ങോട്ട് കരയാൻ തുടങ്ങി. എല്ലാം പോയി, എല്ലാം തകർന്നു. എന്റെ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും ബാക്കിയില്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഇനി എന്തിന് ജീവിച്ചിരിക്കണം? എന്റെ ദേവമംഗലവും എന്റെ ആനന്ദേട്ടനും അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് നഷ്ടായി. ആനന്ദേട്ടനെ എന്നെ പൂർണ്ണമായിട്ടും എന്നേക്കുമായി ഉപേക്ഷിച്ച് ഡൈവേഴ്സ് നോട്ടീസ് വന്നിക്കണമെന്നും പറഞ്ഞ് ദേവി അലമുറയിട്ട് അങ്ങ് കരയണ കേട്ടോ. ഗോമതി അതുപോലെ സോറി നമ്മുടെ ശ്രീകലയ്ക്കും ഉദയഭാനുവിനും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണോന്ന് അറിയില്ല. അവസാനം കരഞ്ഞ് ദേവി ആ നിലത്ത് ആ ഡൈവേഴ്സ് നോട്ടീസ് കൂടെ അങ്ങ് വീഴണ് കേട്ടോ. തറയിൽ വീണു പോവാണ്. അങ്ങനെ നമ്മുടെ ശ്രീകല ഉദയഭാനുവേട്ട ഓടി വാ നമ്മുടെ മോക്ക് എന്തോ പറ്റി. അങ്ങനെ അവർ രണ്ടുപേരും മുഖത്തൊക്കെ വെള്ളം തളിച്ചെങ്കിലും ദേവി ആകെ ഇങ്ങനെ മയങ്ങി കിടക്കും പോലെ കിടക്കാണ്. അങ്ങനെ ഒരു വണ്ടി പിടിച്ച് അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കാണ്. പെട്ടെന്ന് BP ഒക്കെ ഡൗൺ ആയി. കാരണം ദേവിക്ക് ഈ ഒരു പെട്ടെന്ന് മനസ്സിൽ പോലും കരുതാത്ത ഒരു സംഭവം പെട്ടെന്ന് നടക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ താങ്ങാനാവാണ്ട് ദേവി പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി മാറുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ ചികിത്സിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ദേവിയെ നോക്കി എല്ലാം പരിശോധിച്ച ശേഷം പറയുന്നുണ്ട്, ആഹാ കൺഗ്രാജുലേഷൻ ദേവി അമ്മയാകാൻ പോവുകയാണല്ലോ. ഇത് കേക്കണതും ദേ കിടക്കണു നമ്മുടെ ശ്രീകലയ്ക്കും ഉദയഭാനുവിനും. ഇതിൽ കൂടുതൽ നല്ലൊരു അവസരം ഇനി വീണ് കിട്ടാനുണ്ടോ? കിട്ടിയ അവസരം അങ്ങ് മുതലാക്കിക്കൊണ്ട് നമ്മുടെ ശ്രീകലയോ ഉദയഭാനോ ദൈവം അറിഞ്ഞു തന്നതാ, എന്റെ മോളുടെ കഷ്ടപ്പാടുകൾ മാറാൻ ദൈവം അറിഞ്ഞു തന്നതാ എന്ന രീതിയിൽ അവരങ്ങ് പറയണം. അങ്ങനെ ദേവിയെ തിരിച്ച് നമ്മുടെ ഉദയഭാനുവിന്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരേണ്. ദേവിക്ക് ഒരു സന്തോഷമൊക്കെ ആവേണ്. അങ്ങനെ നമ്മുടെ ആനന്ദിനെ ഈ കാര്യം നമ്മുടെ ദേവി വിളിച്ചറിയിക്കുകയാണ്. അറിഞ്ഞ പാടെ ആനന്ദ് ചോദിച്ചത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ശരി നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു, ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ആനന്ദ് ചോദിക്കുകയാണ്. ദേവി ആകെ ഷോക്കായി പോയിണ്. കാരണം ആനന്ദിന്റെ ഓർമ്മയില് ദേവിയായിട്ട് അങ്ങനെ ഒരു ബന്ധം ഇല്ലായിരുന്നു. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ആനന്ദിന്റെ മനസ്സിലെ ചോദ്യം. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ദേവിക്ക് അറിയാം. കാരണം എന്ന് വെച്ചാൽ ആനന്ദ് കുറച്ചു നാളെ കുഞ്ഞ് നഷ്ടപ്പെട്ട സമയത്തൊക്കെ മദ്യപിച്ചൊക്കെ വീട്ടിൽ വരുന്ന സമയത്തുള്ള ആ ഒരു ഇതിൽ ആയതാണ് ആ കുഞ്ഞ്. പക്ഷെ അതൊന്നും ആനന്ദിന്റെ ഓർമ്മയിൽ പോലും ഇല്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ചില വിശേഷങ്ങളാണ് നമ്മുടെ സാന്ത്വനം 2 വരാൻ പോകുന്നത്. പിന്നെ വരുന്ന ഒരു വിശേഷം നമ്മുടെ ധർമ്മന്റെ കട നമ്മുടെ ഗോമതി സ്റ്റോറിന്റെ അടുത്ത്, ബാലന്റെ സ്റ്റോറിന്റെ അടുത്താണ് എന്നറിഞ്ഞിട്ട് അനന്തനും അത്ര ഒരു രസമില്ല. പക്ഷെ ഇനിയിപ്പോ ഉദ്ഘാടന ദിവസം ധർമ്മൻ ഇത് അറിയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, അല്ലെങ്കിൽ ധർമ്മന് പിന്നെ എങ്ങനെ ഇതിൽ നിന്ന് ഊരും എന്നുള്ളൊക്കെ ഒരു പേടിയില് ധർമ്മൻ ഇങ്ങനെ നിൽക്കുന്ന സീനാണ്. അച്യുതൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. കാരണം ഇവിടെ തന്നെ ധർമ്മനെ കൊണ്ട് കട തുടങ്ങിപ്പിക്കണം എന്നുള്ളത് അച്യുതന്റെ ഒരു വാശി തന്നെയാണ്. കാരണം ബാലനെതിരെ കളിക്കാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു ആയുധം, ഏറ്റവും നല്ലൊരു അവസരമാണ്. അത് മുതലെടുത്തുകൊണ്ട് തന്നെ അച്യുതൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ധർമ്മൻ ആകെ അങ്ങ് ഇതായിപ്പോ ധർമ്മൻ, കാരണം ഉദ്ഘാടന ദിവസം ഇവിടെയാണ് എന്നുള്ളത് അറിഞ്ഞു കഴിയുമ്പോൾ ധർമ്മൻ ആകെ അങ്ങ് അമ്പരന്ന് പോകുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സാന്ത്വനം 2 കേട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്ത് തരാം. നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി രാത്രി 9:30 നമ്മുടെ മടതൂരും മുംബൈ പരമ്പരയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.